കലയ്ക്ക് വേണ്ടിയോ ജീവിതത്തിന് വേണ്ടിയോ എന്ന തർക്കം കലയുടെ ആവിർഭാവ കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. കല ജീവിതം തന്നെ എന്ന് മലയാളത്തിൻ്റെ പ്രശസ്ത നിരൂപകനായ ജോസഫ് മുണ്ടശ്ശേരി മാഷ് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. എങ്ങനെയായാലും കലാരൂപങ്ങളെല്ലാം കലാകാരൻ്റെ ആത്മാവിഷ്കാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധാർമ്മികതയും സാമൂഹ്യ നന്മയും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായി മാറുന്നു. കലയ്ക്ക് വേണ്ടിയാവുമ്പോൾ കലാകാരൻ്റെ സൃഷ്ടി വൈഭവത്തിന് അതിരുകളില്ലാതാവുന്നു. ആകാശത്ത് പറന്നു പോകുന്ന പക്ഷിയെപ്പോലെയാണ് അവൻ്റെ അതിരുകൾ. സൃഷ്ടികർമ്മത്തിൽ അവന് അതിരുകളില്ലാതാവുന്നു. അപ്പോഴും കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഘടകത്തിന് തന്നെയാണ് പ്രാധാന്യം. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലത്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും അധികം ഹനിക്കപ്പെട്ടിട്ടുള്ളത്. പത്രങ്ങൾക്ക് പോലും കൂച്ചുവിലം കിട്ട കാലഘട്ടമായിരുന്നു അവ. 1975 ജൂൺ മുതൽ 1977 മാർച്ച് വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അടിയന്തരാവസ്ഥ എന്ന ദുരവസ്ഥ ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളെയും സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും എല്ലാം നിശബ്ദരാക്കിയ ഘട്ടമായിരുന്നു. എങ്ങനെ എഴുതണമെന്നും എന്തെഴുതണമെന്നും ഭരണാധികാരി വർഗവും അവരുടെ മർദ്ദകസേനയും തീരുമാനിക്കുന്ന കെട്ടകാലമായിരുന്നു അടിയന്തരാവസ്ഥയിലേത്. അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന കഥകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നവയായിരുന്നു. അവയെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പത്രങ്ങൾക്ക് മനുഷ്യനെക്കുറിച്ചും അവൻ്റെ ജീവിതങ്ങളെക്കുറിച്ചും എഴുതാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ താറാവ് കൃഷിയെക്കുറിച്ചും കോഴി വളർത്തലിനെ പറ്റിയും വരെ എഡിറ്റോറിയൽ എഴുതിയ പത്രങ്ങൾ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു. ഇതൊരു ദുഷിച്ച പ്രവണതയായി ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മലയാള സാഹിത്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത് ശ്രീ PM ആന്റണിയുടെ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന നാടകത്തോടു കൂടിയാണ്. ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന കസൻസാക്കിസിന്റെ പ്രശസ്തമായ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ശ്രീ PM ആന്റണി അന്ന് നാടകം രചിച്ചത്. ദൈവപുത്രനല്ലാത്ത യേശു, ഒറ്റുകാരനല്ലാത്ത യൂദാസ്, വേശ്യയല്ലാത്ത മറിയം, കൊള്ളക്കാരനല്ലാത്ത ബാറാബസ്, ഇങ്ങനെ വ്യത്യസ്തരായ കഥാപാത്രങ്ങളാണ് നാടകത്തിലും നോവലിലും ആവിഷ്കരിക്കപ്പെട്ടത്. ഇതന്നത്തെ പൊതുസമൂഹത്തെ അസ്വസ്ഥരാക്കുകയും അസഹിഷ്ണുരാക്കുകയും ചെയ്തു. നാടകം കളിച്ച പല സ്ഥലങ്ങളിലും മതതീവ്രവാദികൾ നാടകം അവതരിപ്പിക്കുവാൻ അനുവദിച്ചില്ല. അവർ വല്ലാതെ പ്രക്ഷുബ്ധരായി. പല ഘട്ടങ്ങളിലും നാടകം നിർത്തിപ്പോകേണ്ട അവസ്ഥയുണ്ടായി. കസൻസാക്കിസിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. കാരണം നിലവിലുണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളെയെല്ലാം തകിടം മറിച്ച നാടകവും നോവലുമായിരുന്നു അതെല്ലാം. എഴുത്തിന്റെ പേരിൽ വധഭീഷണി നേരിടുകയും നാട് വിട്ടോടേണ്ടി വരികയും ചെയ്ത എഴുത്തുകാരിയാണ് തസ്ലിമ നസ്രി. ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തെ ആസ്പദമാക്കി അവർ രചിച്ച ലജ്ജ എന്ന നോവൽ അന്നത്തെ സമൂഹത്തിന് അംഗീകരിക്കാനായില്ല. ഒടുവിൽ തസ്ലിമ നസ്രിന് സ്വന്തം നാട് വിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ഇതെല്ലാം നമ്മുടെ സാഹിത്യ ചരിത്രത്തിന്റെ ഭാഗമാണ്. ദ സാത്താനിക് ബേസസ് എന്ന കൃതിയുടെ കർത്താവായ സൽമാൻ റുഷ്ദിയുടെ എഴുത്തനുഭവവും വ്യത്യസ്തമായിരുന്നില്ല. അയത്തുള്ള ഖമനി എന്ന മതനേതാവ് ഫത്വ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് സ്വന്തം നാട് വിട്ട് പോരേണ്ടി വരികയും ചെയ്തു. എഴുത്തിന്റെ പേരിലല്ലെങ്കിലും വരയുടെ പേരിൽ മതമൗലികവാദികളാൽ ആക്രമിക്കപ്പെട്ട ചിത്രകാരനാണ് MF ഹുസൈൻ. ഒരുപക്ഷെ മലയാള നവോത്ഥാനത്തിന്റെ ഉദയസൂര്യനായ മഹാകവി കുമാരനാശാൻ ഇന്ന് ജീവിച്ചിരിക്കുകയും ദുരവസ്ഥ പോലെയും ചിന്താവിഷ്ടയായ സീതയും പോലുള്ള കൃതികൾ എഴുതേണ്ടി വരികയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനും ഇന്ന് സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച മീശ എന്ന നോവലിനെ കുറിച്ചും നമുക്ക് ചുറ്റുമുണ്ടായ അസഹിഷ്ണുതയും പ്രക്ഷോഭങ്ങളും മറക്കാൻ ആയിട്ടില്ല. ആ കൃതി പ്രസിദ്ധീകരണശാലയുടെ മുന്നിലിട്ട് തന്നെ കത്തിക്കുന്ന അവസ്ഥയും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം വ്യക്തമാവുന്നത് ഒരു പ്രത്യേക വിഭാഗം നിയന്ത്രിക്കുന്ന രേഖകളിലൂടെ മാത്രം
മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം സഞ്ചരിക്കണം എന്ന പിടിവാശിയുടെ അനന്തരഫലമാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പുസ്തകങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് പ്രശസ്ത തമിഴ് നോവലിസ്റ്റായ ശ്രീ പെരുമാൾ മുരുകൻ്റെ മാതൊരുപാകൻ എന്ന തമിഴ് നോവലിൻ്റെ മലയാള പരിഭാഷയായ അർദ്ധനാരീശ്വരൻ എന്ന കൃതിയെക്കുറിച്ചാണ്. കോടതി കയറിയ നോവൽ എന്ന് അർദ്ധനാരീശ്വരനെ വിശേഷിപ്പിക്കും. അറിയപ്പെടുന്ന തമിഴ് കവിയും നോവലിസ്റ്റുമായ ശ്രീ പെരുമാൾ മുരുകൻ തമിഴ്നാടിൻ്റെ ഒട്ടനവധി സാഹിത്യ പുരസ്കാരങ്ങൾ വാങ്ങിയിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകൻ കൂടിയാണ്. ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു തമിഴ്നാട് ഗ്രാമവും അവിടുത്തെ നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവിതവും ആചാരങ്ങളുമാണ് ഈ നോവലിൻ്റെ പ്രമേയം. കാളിയുടെയും പൊന്നയുടെയും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദവും സംതൃപ്തി നിറഞ്ഞതുമായിരുന്നു. അവൻ അത്യധ്വാനിയായ ഒരു കർഷകനായിരുന്നു. പൊന്ന അവൻ അനുയോജ്യയായ ഭാര്യയായിരുന്നു. കാളി അവൻ്റെ കൃഷിസ്ഥലത്ത് ഓരോ കാലത്തും ഓരോ വിളകൾ കൃഷി ചെയ്തു. അവൻ്റെ അച്ഛനും ഒരു കർഷകനായിരുന്നു. എന്നാൽ അവൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ മരിച്ചു പോവുകയും അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് കാളി ഒരു കർഷകനായി മാറുകയും ചെയ്യുന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല കർഷകനായിരുന്നു കാളി. എല്ലാത്തിനും പൂർണ്ണ പിന്തുണയുമായി അവൻ്റെ അമ്മ കുട്ടിക്കാലം മുതലേ അവനോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കാളി വിവാഹിതനായി. തൻ്റെ സുഹൃത്തും അകന്ന ബന്ധുവുമായ മുത്തുവിൻ്റെ സഹോദരിയെയാണ് അവൻ വിവാഹം കഴിച്ചത്. അതൊരു പ്രേമവിവാഹമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിക്കാലം മുതലേ തൻ്റെ കൂട്ടുകാരൻ്റെ സഹോദരിയെ കണ്ടു വളർന്ന കാളി പൊന്നയെ തൻ്റെ ഭാര്യയായി മനസ്സിൽ കണ്ടിരുന്നു. യൗവനാരംഭത്തിൽ തന്നെ അവൻ്റെ ആഗ്രഹം അവൻ കൂട്ടുകാരനോട് പറയുകയും അവൻ്റെ ആഗ്രഹപ്രകാരം തന്നെ മുത്തുവും മാതാപിതാക്കളും പൊന്നയെ അവന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. കാളിയുടെ അമ്മയ്ക്കും മരുമകളെ വളരെ ഇഷ്ടമായിരുന്നു. തൻ്റെ മകന് യോജിച്ച പെണ്ണു തന്നെയാണ് അവളെന്ന് ആ അമ്മ പലപ്പോഴും മനസ്സിൽ കരുതി. കൃഷിയിടത്തിലും വീട്ടിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ആ ദമ്പതികൾ മാതൃകാ ദമ്പതികളായി തന്നെ വർത്തിച്ചു. കാളി അത്യധ്വാനം ചെയ്ത് സന്തോഷപ്രദമായി ജീവിതം മുന്നോട്ട് പോകുന്നു. വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ല. ആദ്യമെല്ലാം പതുക്കെ പതുക്കെ ചോദിച്ചിരുന്ന നാട്ടുകാരും ബന്ധുക്കളും അവരോട് അതിനെപ്പറ്റി നേരിട്ട് ചോദിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, അത് ആ ചെറിയ ഗ്രാമത്തിൻ്റെ പൊതുവിഷയമായി മാറുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ മച്ചിയായ പൊന്നയെയും ഷണ്ടനായ കാളിയെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും പ്രധാനപ്പെട്ട ചില ആചാരങ്ങളിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്തുന്നു. ഇത് കാളിയെയും പൊന്നയെയും വല്ലാതെ ദുഃഖിതരാക്കുന്നു. അവർക്ക് സന്താനങ്ങളില്ല എന്നത് ആ ഗ്രാമത്തിലെ ഓരോ വീടുകളിലെയും ചർച്ചാ വിഷയമാകുന്നു. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഗ്രാമത്തിലെ പ്രധാന ആരാധനാലയമാണ് തിരുച്ചങ്കോട് ക്ഷേത്രം. മലയുടെ മുകളിലാണ് ക്ഷേത്രവും പ്രതിഷ്ഠയും. ആണും പെണ്ണും ചേർന്നതാണ് അവിടുത്തെ വിഗ്രഹം. അത് പാർവതി പരമേശ്വര സങ്കല്പമാണ്, അർദ്ധനാരീശ്വര സങ്കല്പം. ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ദൈവം മലയിറങ്ങി താഴേക്ക് വരുന്നു. പിന്നെ 14 ദിവസം കഴിഞ്ഞ് ദൈവം തിരിച്ചു കയറി പോവുകയുള്ളൂ. 3 മാസം മുമ്പ് തന്നെ ഗ്രാമീണർ ആ ഉത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. 14 ദിവസവും അവിടെ ധാരാളം ചടങ്ങുകളും വാണിഭങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഗ്രാമമൊന്നാകെ ആ ഉത്സവ സ്ഥലത്ത് രാപകൽ ഭേദമന്യേ സംഗമിക്കുന്നു. 14-ാം ദിവസമാണ് പ്രധാന ചടങ്ങ്. കുട്ടികളില്ലാത്ത സ്ത്രീകൾ തിരിച്ചങ്കോട്ട് ദൈവം തിരികെ മല കയറുമ്പോൾ ദർശനം നടത്തുകയാണെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടാകുമെന്നാണ് ആ ഗ്രാമീണരുടെ വിശ്വാസം. 14-ാം ദിവസം രാത്രിയിൽ ഉത്സവത്തിനെത്തുന്ന കുട്ടികളില്ലാത്ത സ്ത്രീകൾ അവർക്കിഷ്ടമുള്ള, അവരെ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരോടൊപ്പം ശയിക്കുമ്പോൾ അവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നു എന്നതാണ് ആ ചടങ്ങ്. ഇത് വർഷങ്ങളായി ആ ഗ്രാമത്തിൽ നടന്നു വരുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ്.
അങ്ങനെ ഉണ്ടായ ധാരാളം കുട്ടികൾ ആ ഗ്രാമത്തിൽ ഇന്നും ജീവിക്കുന്നു. അതിന് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അനുമതിയും അനുഗ്രഹാശിസുകളെല്ലാം ദമ്പതിമാർക്ക് ലഭിക്കുമായിരുന്നു. കാളിയുടെയും പൊന്നയുടെയും വീട്ടുകാർ പല പ്രാവശ്യം കുട്ടികളെ ദത്തെടുക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ കാളി പുനർവിവാഹം ചെയ്ത് സന്താന സൗഭാഗ്യം ഉണ്ടാകണമെന്നും അവർ ഇച്ഛിക്കുന്നു. വീട്ടുകാരുടെ അത്തരം അഭിപ്രായങ്ങളെല്ലാം ആ ദമ്പതികൾ തള്ളിക്കളയുന്നു. പിന്നെയുള്ള ഏകമാർഗം 14-ാം ദിവസം തിരിച്ചങ്കോട്ടെ ഉത്സവത്തിൽ പങ്കെടുത്ത് സന്താന സൗഭാഗ്യം ഉണ്ടാവുക എന്നതാണ്. എന്നാൽ കാളിയാവട്ടെ തങ്ങൾക്ക് സന്തതികൾ ഉണ്ടായില്ലെങ്കിൽ പോലും തൻ്റെ എല്ലാമായ ഭാര്യയെ അതിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങൾ സന്താനങ്ങളില്ലാത്ത ദമ്പതികളായി ജീവിച്ചുകൊള്ളാമെന്ന് മനസ്സാ വിചാരിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ തിരിച്ചങ്കോട്ടെ ഉത്സവത്തിന് പൊന്നയും കാളിയും പോകാതായി തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു ഉത്സവകാലത്ത് സഹോദരൻ മുത്തു കാളിയുടെ വീട്ടിൽ വിരുന്നെത്തുന്നു. രാത്രി അമിതമായി മദ്യപിച്ച കാളി തിരിച്ചങ്കോട്ട ഉത്സവത്തിന് പൊന്നിയെ വിടാൻ തയ്യാറാവുകയും പിറ്റേന്ന് പ്രഭാതത്തിൽ സഹോദരനോടൊപ്പം അവളെ അവളുടെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഉത്സവത്തിൻ്റെ 14-ാം ദിവസം താൻ അവിടെ എത്തിക്കൊള്ളാമെന്നായിരുന്നു മുത്തുവിൻ്റെ വിചാരം. അതനുസരിച്ച് 14-ാം ദിവസം അയാൾ അവിടെ എത്തുന്നു. അപ്പോഴും 14-ാം ദിവസത്തെ ഉത്സവത്തിന് തൻ്റെ ഭാര്യയെ വിടുന്നില്ല എന്ന തീരുമാനമാണ് കാളിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പൊന്നയുടെ അച്ഛനും അമ്മയും ഭാര്യ സഹോദരനായ മുത്തുവും ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയിൽ കാളി വീണുപോകുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ കാളിയെ മുത്തു വളരെ അകലെയുള്ള ഒരു കൃഷിയിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അമിതമായി മദ്യപിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി കാളിയും മുത്തുവും അവിടെ വീണുറങ്ങുന്നു. കാളി വീട്ടിൽ നിന്നും പോയ തക്കം നോക്കി നേരത്തെ തീരുമാനിച്ച പദ്ധതി അനുസരിച്ച് മാതാപിതാക്കളോടൊപ്പം പൊന്ന ഉത്സവ സ്ഥലത്തേക്ക് പോകുന്നു. ആ 14-ാം രാവിൽ തിരിച്ചങ്കോട്ടേക്ക് പോവുകയും മാതാപിതാക്കളുടെ മൗനാനുവാദത്തോടെ അവളൊരു യുവാവിനെ കണ്ടെത്തുകയും അവനോടൊപ്പം ശയിക്കുകയും ചെയ്യുന്നു. പ്രഭാതത്തിൽ ഉണർന്ന കാളി ആരോടും യാത്ര പറയാതെ ഭാര്യ വീട്ടിലേക്ക് തിരിക്കുന്നു. വീട്ടിലെത്തിയ കാളി ഭാര്യ വീട്ടുകാർ തന്നെ ചതിക്കുകയായിരുന്നു എന്ന സത്യം തിരിച്ചറിയുന്നു. അവൻ തിരികെ സ്വന്തം വീട്ടിലെത്തി ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുമ്പോൾ നോവൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പൂവരസനടിയെ കട്ടിൽ ശൂന്യമായിരുന്നു. അവൻ വാതിലിന് നേർക്ക് നടന്നു. ഒരു വലിയ ഇരുമ്പ് താഴിട്ട് അത് പൂട്ടിയിരുന്നു. ഒരു നിമിഷ നേരത്തേക്ക് അവൾ വാതിലകത്തു നിന്ന് കുറ്റിയിട്ട് വെറുതെ ഓടാമ്പലിൽ താഴെ കയറ്റി വെച്ചിരിക്കുകയാണെന്ന് കരുതി. അവൻ ഓടാമ്പൽ തള്ളി നോക്കിയപ്പോൾ അത് ചങ്ങലയും താഴുമിട്ട് പൂട്ടിയിരിക്കുന്നതായി കണ്ടു. അവൻ്റെ ലഹരിയെല്ലാം അപ്പോഴേക്ക് ഇറങ്ങിയിരുന്നു. താഴ് 2 വശത്തേക്ക് മിളക്കി നോക്കി. അവൾ അവനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അമ്മായിയച്ഛൻ്റെ വീട്ടിൽ രാത്രിയുടെ ഈ വേളയിൽ എന്തിനാണ് അവൾ അവനോട് ഇങ്ങനെ പെരുമാറുന്നത്? വാതിലിന് നേർക്ക് ചാഞ്ഞ് അവൻ മുറ്റത്തേക്ക് നോക്കി. കാളകൾ അവിടെ ഇല്ലായിരുന്നു, വണ്ടിയിൽ. അവൻ്റെ ചുണ്ടുകൾ പിറുപിറുത്തു. അവൾ നിന്നെ വഞ്ചിച്ചു, അവൾ നിന്നെ വഞ്ചിച്ചു. അവൻ വാതിലിൽ ഇടിച്ചു. അവൻ്റെ കുടുംബം അഴിഞ്ഞ് പിൻകഴുത്തിലേക്ക് വീണു. എടി വേശ്യേ, അവൻ അലറി. നീ ശരിക്കും പോയോ? ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും നീ പോയോ? അവൻ്റെ അലർച്ചയ്ക്ക് മറുപടിയായ ഒരു പട്ടിയുടെ കുര മാത്രമേ ഉണ്ടായുള്ളൂ. പൂവരസിൽ ചേക്കേറിയ കോഴികൾ ചിറകുരുമ്മി അവരുടെ അഭിപ്രായം അറിയിച്ചു. നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചു, അവൻ കരഞ്ഞു. അവൻ്റെ തേങ്ങൽ പതിയെ ഇല്ലാതായി. പെട്ടെന്നെന്തോ ബാധ കയറിയ ആളെപ്പോലെ അവൻ എഴുന്നേറ്റു. കയ്യിലെ മുഴുവൻ കുപ്പി ചാരായവും ഒറ്റ വലിക്ക് അവൻ കുടിച്ചു. ശ്വാസത്തിനു വേണ്ടി ഒരു നിമിഷം പോലും അവന് നിൽക്കേണ്ടി വന്നില്ല. കുപ്പി കയ്യിലെടുത്ത് അവൻ നടന്നു നീങ്ങി. കെട്ടഴിഞ്ഞ് അവൻ്റെ തലമുടി ഒരു ചാട്ട പോലെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. ആടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്കുള്ള വഴിയെ അവൻ പോയി. പുലർച്ചയോടെ തൻ്റെ തൊഴുത്തിനരികിലെത്തിയപ്പോൾ അവൻ്റെ നായ അവൻ്റെ നേർക്ക് ഓടി വന്ന് കാലിനടിയിലൂടെ ഓടി സ്നേഹമറിയിക്കുകയുണ്ടായി. അവൻ പക്ഷെ അതിനെ തൊഴിച്ചകറ്റി. അത് വേദനയോടെ മോങ്ങിക്കൊണ്ടോടിപ്പോയി. പൂവരസിന് ചുവട്ടിൽ കന്നുകാലികൾ പുല്ല് ചതയ്ക്കുന്നുണ്ടായിരുന്നു. മരത്തിനടിയിലെ പാറപ്പുറത്ത് അവനിരുന്നു കുറെ കൂടെ ചാരായം കുടിച്ചു. എന്നിട്ട് അലറി,
എടി വേശ്യേ, നീ എന്നെ ചതിച്ചു. അവന് ശ്വാസം മുട്ടിപ്പോയിരുന്നു. നിനക്ക് സന്തോഷം ഒരിക്കലും ഉണ്ടാവില്ല, നീ എന്നെ ചതിച്ചു. അവൻ നിലത്തേക്ക് നിരങ്ങി വീണു. ചോളനാമ്പുകളെ ചുറ്റിവെച്ചിരുന്ന കയർ അവൻ്റെ പുറത്ത് അമർന്നിരുന്നു. അവൻ മുകളിലേക്ക് നോക്കി. പൂവരശിന്റെ ശാഖകൾ അവന് മുകളിൽ ആകാശത്ത് മൂടി പടർന്നിരുന്നു. നോവലിന്റെ അവസാനവും കാളിയുടെ അവസാനവും നോവലിസ്റ്റ് ചിത്രീകരിക്കുന്നത് ഇങ്ങനെയാണ്. തമിഴ് ഗ്രാമീണ ജീവിതത്തിൻ്റെയും മനുഷ്യരുടെയും കഥ വെറും 185 പേജിൽ ശ്രീ പെരുമാൾ മുരുകൻ യഥാതഥമായി വരച്ചിട്ടിരിക്കുന്നു. 100 വർഷം പഴക്കമുള്ള ഒരു ദുരാചാരത്തെ തുറന്നുകാട്ടുക എന്ന ലക്ഷ്യം മാത്രമാണ് നോവലിസ്റ്റിന് ഉണ്ടായിരുന്നത്. എന്നാൽ മതതീവ്രവാദികൾക്ക് അത് അംഗീകരിക്കാനാകുമായിരുന്നില്ല. അവർ വല്ലാതെ പ്രകോപിതരായി നോവലിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു. പെരുമാൾ മുരുകൻ നാട് വിടണമെന്നും എഴുത്തു നിർത്തണമെന്നും അവർ തെരുവിൽ ആവശ്യപ്പെട്ടു. നാട്ടിലെങ്ങും കലാപം അഴിച്ചുവിട്ടു. പുസ്തകങ്ങൾ കൂട്ടമായിട്ട് കത്തിച്ചു. നോവലിനെതിരെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുയർന്നു. പുസ്തകത്തിന്റെ പ്രതികൾ കത്തിക്കുകയും ഭീഷണിയെ തുടർന്ന് അദ്ദേഹത്തിന് കുടുംബസമേതം തമിഴ്നാട് വിട്ടു പോകേണ്ടി വരികയും ചെയ്തു. ഒടുവിൽ കലാപകാരികളായ ഹിന്ദു തീവ്രവാദികളും പെരുമാൾ മുരുകനും തമ്മിൽ ഒത്തുതീർപ്പ് ചർച്ചയിലെത്തുന്നു. നോവലിലെ വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യാമെന്നും നേരത്തെ അടിച്ച പുസ്തകത്തിന്റെ പ്രതികൾ വിൽക്കുകയില്ലെന്നും അദ്ദേഹം അവരെ അറിയിക്കുന്നു. അദ്ദേഹം അവരോട് നിരുപാധികം മാപ്പ് പറയുന്നു. തുടർന്ന് ഹിന്ദു തീവ്രവാദ സംഘടനകൾ പ്രതിഷേധം നിർത്തുന്നു. ഇതിന് പിന്നാലെ താൻ എഴുത്തു നിർത്തുകയാണ് എന്നും പെരുമാൾ മുരുകൻ എന്ന എഴുത്തുകാരൻ മരിച്ചു എന്നും അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നു. പ്രസിദ്ധീകരണശാലകളോട് തന്റെ പുസ്തകങ്ങളൊന്നും തന്നെ വിൽക്കേണ്ടതില്ല എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിനെതിരെ ഫയൽ ചെയ്തിരുന്ന കേസ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും സംരക്ഷണം നൽകേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ടെന്ന് കോടതി വിധിച്ചു. സാഹിത്യവും കലയും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലീസോ പ്രാദേശിക ഭരണകൂടങ്ങളോ ഇടപെടരുതെന്നും കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി. DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ കൃതിയുടെ വില 160 രൂപയാണ്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അപ്പു ജേക്കബ് ജോൺ ആണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. മൂലകൃതിയുടെ അന്തസത്ത ചോർന്നു പോകാതെ വളരെ മനോഹരമായി അദ്ദേഹം ഈ കൃതി വിവർത്തനം ചെയ്തിരിക്കുന്നു. അർദ്ധനാരീശ്വരൻ വെറുമൊരു വിവാദ നോവലല്ല, അതൊരു ജീവിതത്തിന്റെ കഥയാണ്. എഴുത്തടയ്ക്കപ്പെട്ട ഒരു എഴുത്തുകാരന്റെ യഥാർത്ഥ കഥയ്ക്കൊപ്പം ജീവിതത്തിന്റെ പകുതികളുടെ ഒരു പകിടകളി കൂടിയാണ്. മനുഷ്യനെ സംരക്ഷിക്കേണ്ട ദൈവങ്ങൾ അവരെ തമ്മിൽ തല്ലിക്കുന്ന ചാലക ശക്തിയായി വർത്തിക്കുമ്പോൾ ദൈവങ്ങളുടെ നിലനിൽപ്പ് പോലും പ്രസക്തിയില്ലാതാവുന്ന ഈ കെട്ടകാലത്ത് അർദ്ധനാരീശ്വരൻ എല്ലാ കാലത്തും പ്രസക്തമാണ്. നിർത്തുന്നു. നന്ദി.